ഇപ്പോൾ ഭയങ്കര ടേസ്റ്റിയായ ഒരു ചക്കപ്പൊരിയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. പഴംപൊരിയേക്കാൾ ടേസ്റ്റിയായ ചക്കപ്പൊരി. ഇനി ഇതുണ്ടാക്കുന്നതിലേക്ക് പോകാം. കുറച്ച് സാധനങ്ങൾ കൊണ്ട് ആണ്, ഇത്തിരി സാധനം മതി. ചക്ക എത്ര ഇല്ലാത്തവർക്കും കുറച്ച് ചക്ക കൊണ്ട് ഇതുപോലെ തോനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇനി ഇതുണ്ടാക്കുന്നതിലേക്ക് പോകാം. നമ്മുടെ ഒരു കപ്പ് മൈദാമാവാണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് ഒരു സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ അരിപ്പൊടി ഞാൻ തയ്യാറാക്കിയെന്ന് പറഞ്ഞാൽ മിക്സിയിൽ പൊടിച്ച അരിപ്പൊടി അപ്പത്തിൻ്റെ അരിപ്പിന് അരിച്ചിട്ട് അത് വെയിലത്ത് വെച്ച് ഉണക്കിയതാണ്. അടുപ്പിൽ വെച്ച് ചൂടാക്കി നനത്തിയതല്ല. വെയിലത്ത് വെച്ച് ഉണക്കി നമ്മൾ അടച്ചു വെച്ചിരുന്നാൽ നമ്മൾ എത്ര നാൾ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതുപോലെ ഓരോ പലഹാരം ഉണ്ടാക്കുമ്പോഴൊക്കെ നമുക്കതിൽ നിന്ന് 2 സ്പൂൺ വീതം എടുക്കാം. ടീസ്പൂൺ ഉപ്പിടയാണ്. ഇപ്പോൾ പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല. പഞ്ചസാര വേണമെന്നുള്ളവർക്ക് ചേർക്കാം. ഇതിന് ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കി കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ കുഴച്ചെടുത്ത് മാവ് ഇങ്ങനെ ഇത്രയും ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ചക്ക ഞാൻ ഇതുപോലെ കീറിയെടുത്തിട്ടുണ്ട്. ഇത്രയും പരുവത്തിൽ ഞാൻ കീറിയെടുത്തിട്ടുണ്ട്. ഇതിന് ഇങ്ങനെ എണ്ണയിലോട്ട് മുക്കി ഇത് മാവിലോട്ട് മുക്കി ഇപ്പോഴും ഓരോന്നും ചക്കയിൽ മാവിൽ മുക്കി എണ്ണയിലിട്ട് ഇട്ട് കൊടുക്കാം. ഈ ചക്കയുടെ ആ കുഴിയുള്ള ഭാഗത്ത് നമ്മളെടുക്കുമ്പം കുഴി കാണുമല്ലേ, ഈ ഭാഗത്ത് മാവ് ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇച്ചിരി എണ്ണ ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കണം. ഇച്ചിരി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. വീണ്ടും നമ്മൾ അതുപോലെ മാവ് കോരിയ ചക്ക അങ്ങോട്ടിട്ട് കൊടുക്കാം. തിരിച്ച് മറിച്ചിട്ട് മുരിച്ച് ഇച്ചിരി തോന്നിയ നേരം വേവിക്കണം. അങ്ങനെ ഇച്ചിരി നേരം കൊണ്ട് ഒത്തിരി പലഹാരം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ചക്കപ്പൊരി. ഇതുപോലെ മഴയൊക്കെ ആകുമ്പോൾ ആരും ചക്ക നേരിട്ട് കഴിക്കത്തില്ല. നേരിട്ട് കഴിക്കുന്നതിനേക്കാൾ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കി കഴിക്കണം. വെറുതെ വേവിച്ചെങ്കിലും കഴിക്കണം. പഴുത്ത ചക്ക ആയാലും പച്ച ചക്ക ആയാലും. പിന്നെ കറി വെച്ചൊക്കെ കഴിക്കാമല്ലേ. അപ്പോൾ ഇതുപോലെ ഒരു പഴംപൊരി ഉണ്ടാക്കിയാൽ കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്. പഴംപൊരിയേക്കാളും ടേസ്റ്റാണ് ചക്കപ്പൊരിക്ക്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ആ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം. താങ്ക് യു.